എല്ലാവർക്കും ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ പ്രാവശ്യത്തെ ഡെയിലി ന്യൂസിൽ നമ്മൾ നോക്കുന്ന ടോപ്പിക്സ് ഇതൊക്കെയാണ്. ഫസ്റ്റ് വൺ ഇസ് ഇന്ത്യ ആൻഡ് ഫ്രാൻസ് ഫൈനലൈസ് അഗ്രിമെൻറ്റ് ഫോർ 26 റാഫേൽ എംസ്. അത് GS3 സയൻസ് ആൻഡ് ടെക് ഡിഫൻസ് എന്ന് പറയുന്ന ടോപ്പിക് റിലേറ്റഡ് ആയിട്ട് വരുന്നതാണ്. നമുക്കറിയാം കറണ്ട് കേസ് സിനാരിയോയിലും ഇത് ആക്ച്വലി നേരത്തെ നടന്നൊരു ഡീലാണ്. ബട്ട് കറണ്ട് കേസ് സിനാരിയോയിലും ഇപ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ ഒരു ഹൈ ടെൻഷൻസ് ഉള്ള ടൈമിൽ റെലവൻ്റ് ആയിട്ടുള്ളൊരു ന്യൂസും കൂടിയാണ്. ആൻഡ് റാഫേൽ ഫൈറ്റർ ജെറ്റ്സിൻ്റെ ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ ഡിഫറെൻറ്റ് ജനറേഷൻസ് ഓഫ് ഫൈറ്റർ ജെറ്റ്സ്, അതിൻ്റെ ഡിഫറൻസസ് ഏതാണ്, അതെല്ലാം നമ്മൾ നോക്കുന്നതായിരിക്കും. പിന്നെ പോസ്റ്റ് ഓഫ് ഡെപ്യൂട്ടി സ്പീക്കർ ഈസ് നോട്ട് സിംബോളിക് ഓർ ഓപ്ഷണൽ. ഓക്കെ, ഇത് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണലി മാൻഡേറ്റഡ് ആയിട്ടുള്ളൊരു പോസ്റ്റാണ് ഡെപ്യൂട്ടി സ്പീക്കർ എന്നുള്ളത്. ബട്ട് 2019-24 ഡെപ്യൂട്ടി സ്പീക്കർ എന്ന് പറയുന്ന പോസ്റ്റ് വേക്കൻ്റ് ആയിട്ട് കിടന്നായിരുന്നു. അപ്പോൾ അതിനെ ആക്കിയിട്ടാണ് ഈ ഒരു എഡിറ്റോറിയൽ വരുന്നത്. അപ്പോൾ GS2 പൊളിറ്റി ടോപ്പിക് റിലേറ്റഡ് ആയിട്ടാണ് ഈ ഒരു എഡിറ്റോറിയൽ. നെക്സ്റ്റ് ഈസ് ഇന്ത്യാസ് ഏർബൻ ഫ്യൂച്ചർ ഈസ് അറ്റ് ക്രോസ് റോഡ്സ്. അപ്പോൾ നമുക്കറിയാം ഇപ്പോൾ റാപ്പിഡ് ഏർബനൈസേഷനൊക്കെ നടക്കുകയാണെങ്കിലും അതിനനുസരിച്ചുള്ള ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ വാട്ടർ നെസസിറ്റി അങ്ങനെയുള്ള കാര്യങ്ങൾ SDG ഗോൾസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രസ് ഒന്നും നമ്മൾ കൊണ്ടുവരുന്നില്ല. അപ്പോൾ അത് ബേസ് ചെയ്തിട്ടാണ് ഈ ഒരു ഇന്ത്യയുടെ ഏർബനൈസേഷനും അത് കാരണം ഉണ്ടാകുന്ന ഫ്യൂച്ചറിലുണ്ടാകുന്ന പ്രശ്നങ്ങളും റിലേറ്റഡ് ആയിട്ടുള്ളൊരു എഡിറ്റോറിയലാണ്. അത് GS1 സൊസൈറ്റി ഏർബനൈസേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. പിന്നെ നമ്മൾ പ്രിലിംസ് MCQയും കൂടി നോക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ന്യൂസിലോട്ട് പോവുകയാണ്. ഫസ്റ്റ് വൺ ഈസ് ഇന്ത്യ ആൻഡ് ഫ്രാൻസ് ഫൈനലൈസ് അഗ്രിമെൻറ്റ് ഫോർ 26 റാഫേൽ എംസ്. ഓക്കെ, കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഇന്ത്യ ഹാസ് ബീൻ ആക്റ്റീവ്ലി സീക്കിംഗ് ടു bolster its naval strength to counter increasing Chinese maritime activity in the Indian Ocean and South China Sea. The Rafale M deal complements India's naval modernization plan, particularly the operational capabilities of its aircraft carriers INS Vikramaditya and INS Vikrant. The agreement was signed remotely by Defense Minister Rajnath Singh and French Armed Forces Minister Sébastien Lecornu. Okay, അപ്പം അതിൻ്റെ ഹൈലൈറ്റ്സ് ഓഫ് റാഫേൽ ഡീൽ നമ്മൾ നോക്കുകയാണെങ്കിൽ 26 റാഫേൽ എം ഫൈറ്റർ ജെറ്റ്സ് ആണ്. അത് mid-2028 ആൻഡ് കംപ്ലീറ്റഡ് ബൈ 2030 ആണ് അത് പ്ലാൻ ചെയ്തേക്കുന്നത്. ട്രെയിനിങ് ആൻഡ് ലോജിസ്റ്റിക്സ് ഇൻക്ലൂഡ് സിമുലേഷൻ ട്രെയിനിങ് അല്ലെങ്കിൽ അഡ്വാൻസ് മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ ഇൻഫ്രാസ്ട്രക്ചർ, പെർഫോമൻസ് ബേസ്ഡ് ലോജിസ്റ്റിക്സ് എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള മിലിറ്ററി അഗ്രിമെൻറ്റ്സ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ അതിലൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ് ടെക്നോളജി ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻവോൾവ്സ് കൊളാബറേറ്റീവ് ട്രെയിനിങ് ഇൻ ഫ്രാൻസ് ആൻഡ് ഇന്ത്യ ആൻഡ് ട്രാൻസ്ഫർ ഓഫ് ടെക്നോളജി ഫോർ ഇൻഡിജിനസ് വെപ്പൺ ഇൻറ്റഗ്രേഷൻ. പിന്നെ വെപ്പൺസ് പാക്കേജ് includes air-to-air missiles like Meteor, Mica, Scalp, cruise missiles and Exocet anti-ship missiles. ഓക്കെ, അപ്പം നമ്മൾ വേരിയസ് ജനറേഷൻസ്, നമ്മൾ 5th ജനറേഷൻ, 4th ജനറേഷൻ, 4.5 ജനറേഷൻ എന്നൊക്കെ പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ പ്രത്യേകതകൾ എന്താണെന്ന് കൂടി അറിഞ്ഞിരിക്കാം. ഓക്കെ, ഫസ്റ്റ് ഇസ് 4th ജനറേഷൻ ഫൈറ്റർ ജെറ്റ്സ്. അത് 1970 to 1980s എബിലിറ്റി ടു സ്വിച്ച് ആൻഡ് സ്വിംഗ് റോൾസ് ബിറ്റ്വീൻ എയർ ടു എയർ ആൻഡ് എയർ ടു ഗ്രൗണ്ട്. അത് MiG-28, F-16, Mirage 2000 ഒക്കെ 4th ജനറേഷനിൽ വരുന്നതാണ്. പിന്നെ 4.5 ജനറേഷൻ ഫൈറ്റർ ജെറ്റ്സ് ആണ്. അതാണ് ആഡഡ് സ്റ്റെൽത്ത് റഡാർ അബ്സോർബൻറ്റ് മെറ്റീരിയൽസ്, ത്രസ്റ്റ് വെക്ടർ കൺട്രോൾഡ് എൻജിൻസ് ടു എക്സ്റ്റെൻഡ് ദ റേഞ്ച് ഓഫ് 4th ജനറേഷൻ ഫൈറ്റേഴ്സ് ആണ്. അത് യൂറോ ഫൈറ്റർ, ടൈഫോൺ, നമ്മുടെ ഈ റാഫേലൊക്കെ 4.5 ജനറേഷനാണ് വരുന്നത്. പിന്നെ 5th ജനറേഷൻ ഫൈറ്റേഴ്സ് അവർക്ക് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റെൽത്ത് കേപ്പബിലിറ്റീസ് ഉണ്ട് ആൻഡ് അഡ്വാൻസ്ഡ് വെപ്പൺ സിസ്റ്റംസ് ആണുള്ളത്. ഓക്കെ, F-22 റാപ്റ്റർ, Chengdu J-20 ഒക്കെയാണ് ആ ഒരു കാറ്റഗറിയിൽ വരുന്നത്. ഓക്കെ, സ്ട്രാറ്റജിക് ആൻഡ് ടെക്നോളജിക്കൽ ഗെയിൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓഗ്മെൻറ്റഡ് എയർ വിങ് കേപ്പബിലിറ്റീസ് ആണ്. ദ റാഫേൽ M വിൽ സിഗ്നിഫിക്കൻ്റ്ലി എൻഹാൻസ് ദ സ്ട്രൈക്ക് ആൻഡ് എയർ സുപ്പീരിയോറിറ്റി കേപ്പബിലിറ്റി ഓഫ് ഇന്ത്യൻ എയർക്രാഫ്റ്റ് കാരിയേഴ്സ്, ഇൻഡിജിനസ് മാനുഫാക്ചറിംഗ് സപ്പോർട്ട്. ദ ഡീൽ ഇൻക്ലൂഡ് സെറ്റിംഗ് അപ്പ് മെയിൻ്റനൻസ്, റിപ്പയർ ആൻഡ് ഓവർഹോൾ ഫെസിലിറ്റീസ് ഇൻ ഇന്ത്യ സപ്പോർട്ടിങ് ആത്മനിർഭർ ഭാരത്. പിന്നെ അതായത് ഇപ്പോൾ നമ്മൾ ബ്രിട്ടൻ അല്ലെങ്കിൽ എസ്പെഷ്യലി US എയർക്രാഫ്റ്റുകളൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ അവർക്ക് പാസ് കീ ഉണ്ട്. അതായത് ഇപ്പം UK റാഫേൽ അല്ല F-22 റാപ്റ്ററൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഓരോ ദിവസവും USA നിന്ന് ഇവർക്ക് അതിൻ്റെ സിസ്റ്റം ആക്സസ് ചെയ്യാൻ പാസ്വേഡ് കിട്ടണം, എന്നാൽ മാത്രമേ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ അതേസമയം നമ്മൾ കൊടുക്കുന്ന ഡീൽ, ഇപ്പം നമ്മൾ റഷ്യ അല്ലെങ്കിൽ നമ്മൾ ഫ്രാൻസുമായിട്ടൊക്കെ ഡീൽ ചെയ്യുമ്പോഴേക്കും അവരുടെ എക്യുപ്മെൻറ്റ്സ് കൊടുക്കുമ്പോഴേക്കും അങ്ങനത്തെ ടെക്നോളജി കംപ്ലീറ്റ്ലി നമുക്ക് കിട്ടുവാണ്. അപ്പോൾ അതാണ് ഒരു ഡിഫറൻസ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ US മിലിറ്ററി
പരമായിട്ടുള്ള എക്സ്ചേഞ്ചുകൾ വളരെ കുറവായിട്ടുള്ളത്. ഓക്കെ, നേവൽ അഡാപ്റ്റേഷൻ, heavier and reinforced airframes suited for maritime conditions, enhanced radar and electronic warfare systems optimized for sea-based missions, capable of catobar and stow-bar operations. Catobar and stow-bar എന്ന് പറയുന്നത് ഈ എയർക്രാഫ്റ്റ് കാരിയറിൽ ലാൻഡ് ചെയ്യുമ്പോഴേക്കും അതിനെ ക്യാച്ച് ചെയ്യുന്ന മെക്കാനിസത്തെയാണ് കാറ്റോബാർ ആൻഡ് സ്റ്റോബാർ മെക്കാനിസം. ക്യാച്ചിങ് ആൻഡ് അതിനെ വിടുന്നതിൻ്റെ ഒക്കെ ഒരു മെക്കാനിസമാണ് ആ ഒരു മെക്കാനിസം. സ്യൂട്ടബിൾ ഫോർ ബോത്ത് എയർക്രാഫ്റ്റ് കാരിയേഴ്സ്. ഓക്കെ, പിന്നെ റാഫേൽ എന്തുകൊണ്ടാണ് നമുക്ക് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മൾട്ടി റോൾ സിംഗിൾ സീറ്റാണ്. എയ്സ്, റഡാർ, അഡ്വാൻസ് ഏവിയോണിക്സ് ആൻഡ് ഇലക്ട്രോണിക് വാർഫെയർ സിസ്റ്റംസ് ഉണ്ട്. ഡീപ് സ്ട്രൈക്ക്, മെറിടൈം പാട്രോൾ, എയർ ഡിഫൻസ് ആൻഡ് റിക്കോണൻസ് റോൾസ് ഉണ്ട്. വെപ്പൺ സിസ്റ്റം നമ്മൾ ഓൾറെഡി പറഞ്ഞു. കോമൺ ഏവിയോണിക്സ് ആൻഡ് വെപ്പൺ സ്യൂട്ട് ഹെൽപ്പ് റെഡ്യൂസ് മെയിൻ്റെനൻസ് കോസ്റ്റ് ആൻഡ് എൻഷുർ ഇൻ്റർഓപ്പറബിലിറ്റി. ഓക്കെ, മൾട്ടി റോൾ കോമ്പാറ്റ് ഫൈറ്ററാണ്. ഗ്രൗണ്ട് സപ്പോർട്ടും അല്ലെങ്കിൽ ഡീപ്പ് സ്ട്രൈക്കിനൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന, അതായത് നമ്മുടെ ടെറൈനിൽ നമ്മുടെ എയർ കണ്ടീഷന് പറ്റിയൊരു പ്ലെയിനാണ്. അതായത് ഇപ്പം ഗുജറാത്തിൽ സ്ട്രൈക്ക് ചെയ്തിട്ട് ഒറ്റയടിക്ക് അവർക്ക് വേണമെങ്കിൽ നോർത്ത് ഈസ്റ്റിൽ എത്താനായിട്ടുള്ള കേപ്പബിലിറ്റി, അറ്റ് ദ സെയിം ടൈം എത്താനായിട്ടുള്ള കേപ്പബിലിറ്റി അതിനുണ്ട്. അത് ആക്ച്വലി അവരൊരു സിമുലേഷനിൽ ഇന്ത്യൻ എയർഫോഴ്സ് പൈലറ്റ്സ് അവർ ബാക്കിയുള്ള എയർഫോഴ്സുകളായിട്ട് കോമ്പീറ്റ് ചെയ്തപ്പോൾ അതിൽ വിന്നറായിട്ട് വന്നത് റാഫേലാണ്. ഓക്കെ, അപ്പോൾ അതിലാണ് ഈ ഒരു സ്ട്രാറ്റജി അവർ പ്ലേ ചെയ്തത്. പിന്നെ ചാലഞ്ചസ് ആൻഡ് കൺസിഡറേഷൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ കോസ്റ്റ് ആൻഡ് ടൈം ലൈൻ ആണ്. ഹൈ അപ്പ് ഫ്രണ്ട് കോസ്റ്റ് ആൻഡ് ലോങ് ഡെലിവറി ടൈം ലൈൻ ആണ്. അത് ഏകദേശം 37 months ആണ് പറഞ്ഞേക്കുന്നത്. ടെക്നോളജി അബ്സോർപ്ഷൻ ആണ്. എഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ടെക്നോളജി ട്രാൻസ്ഫർ will depend on India's ability to indigenize and upskill its defense ecosystem. പിന്നെ റാഫേൽ deal is not merely a defense procurement but a strategic alignment between India and France to ensure maritime stability in the Indo-Pacific. By modernizing its naval aviation and enhancing technological capabilities, India takes a firm step towards becoming a self-reliant and globally credible maritime power. Okay. നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് പോസ്റ്റ് ഓഫ് ഡെപ്യൂട്ടി സ്പീക്കർ ഇസ് നോട്ട് സിംബോളിക് ഓർ ഓപ്ഷണൽ. അതായത് ഡെപ്യൂട്ടി സ്പീക്കർ ഓഫ് ദ ലോക്സഭ ഇസ് കോൺസ്റ്റിറ്റ്യൂഷണലി മാൻഡേറ്റഡ് പോസ്റ്റ് essential for functioning of Indian parliamentary democracy. However, continued vacancy in this office during the entire 17th Lok Sabha raises serious questions about the commitment to institutional integrity and constitutional norms. The role and significance of Deputy Speaker നമ്മൾ നോക്കുകയാണെങ്കിൽ the Deputy Speaker performs all duties of the Speaker when the Speaker is absent or when the post is vacant. They preside over House proceedings, decide on procedural matters and are expected to act impartially regardless of party affiliations. All references to the Speaker of the rules of procedure are deemed to refer to Deputy Speaker when they preside. അതായത് ഡെപ്യൂട്ടി സ്പീക്കർ ആകുന്ന ടൈമിൽ അതിനെല്ലാം റൂൾസ് ഓഫ് കോണ്ടക്ട് അല്ലെങ്കിൽ പ്രൊസീജിയർ ഫോളോ ചെയ്യുന്നത് എപ്പോഴും സ്പീക്കർ എന്ന് പറയുന്ന സ്ഥാനത്ത് ഡെപ്യൂട്ടി സ്പീക്കറിനെ ആയിരിക്കും. ഓക്കെ, കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിൻസ് നമ്മൾ നോക്കാം. അതായത് ഇത് പൊളിറ്റി എഡിറ്റോറിയലാണ്. അപ്പം കോൺസ്റ്റിറ്റ്യൂഷൻ പ്രൊവിഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ആർട്ടിക്കിൾ 93 maintains that the Lok Sabha shall as soon as may be elect a speaker and a deputy speaker. The use of shall implies a compulsory action and as soon as may be implies urgency. When Article 95(1) states that in case of vacancy of Speaker's office, the Deputy Speaker performs all duties and exercises the powers of Speaker. The Deputy Speaker remains in office until they resign. Article 94 ആണ്. Until they resign or removed by a resolution passed by an absolute majority or cease to be the member of the House. പിന്നെ ആർട്ടിക്കിൾ 178 നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൊവൈഡ്സ് എ കറസ്പോണ്ടിങ് പ്രൊവിഷൻ ഫോർ സ്പീക്കർ ആൻഡ് ഡെപ്യൂട്ടി സ്പീക്കർ ഇൻ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഓക്കെ, റൂൾസ് ഫോർ ഇലക്ഷൻ ആൻഡ് ടെന്യൂർ നോക്കുകയാണെങ്കിൽ റൂൾ 8 ഓഫ് ലോക്സഭ റൂൾസ് ഗവേൺസ് ദ പ്രൊസീജിയർ ഫോർ ദ ഇലക്ഷൻ ഓഫ് ദ ഡെപ്യൂട്ടി സ്പീക്കർ elected by a simple majority of members present and voting. Although the election usually occurs in the second session, it can take place in the first session of the new Lok Sabha. Deputy Speaker continues in office until the House is dissolved.
വേക്കൻസി ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇംപ്ലിക്കേഷൻസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡസ് നോട്ട് പ്രിസ്ക്രൈബ് എ സ്പെസിഫിക് ടൈം ലൈൻ ഫോർ എലക്ടിംഗ് ദ ഡെപ്യൂട്ടി സ്പീക്കർ അലവിംഗ് ഗവൺമെൻറ്റ്സ് ടു ഇൻഡെഫിനിറ്റ്ലി ഡിലേ ദ അപ്പോയിൻമെൻറ്റ്. പിന്നെ ആബ്സെൻസ് ഓഫ് ഡെപ്യൂട്ടി സ്പീക്കർ വയലേറ്റ്സ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് കണ്ടിന്യൂറ്റി ഇൻ പാർലമെൻ്ററി ഫംഗ്ഷനിങ്. ഇറ്റ് ഡിസ്റ്റർബ്സ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബാലൻസ് ആൻഡ് വീക്കൻസ് ചെക്സ് വിത്തിൻ ദ ഹൗസ്. ഓക്കെ, ഹിസ്റ്റോറിക്കൽ പ്രസിഡൻറ്റ് ആൻഡ് കൺവെൻഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ ഫ്രം ഓപ്പോസിഷനാണ് യൂഷ്വലി വരുന്നത്. ഇറ്റ് ഹാസ് ബീൻ എ ലോങ് സ്റ്റാൻഡിംഗ് പാർലമെൻ്ററി കൺവെൻഷൻ ടു അപ്പോയിൻറ്റ് ദ ഡെപ്യൂട്ടി സ്പീക്കർ ഫ്രം ദ ഓപ്പോസിഷൻ ടു എൻഷുർ bipartisan representation. Examples include UPA 1 and UPA 2 governments and under ministers Vajpayee, Narasimha Rao and Chandrasekhar. Deputy Speaker as acting speaker വന്നിട്ടുള്ളത് after Speaker G.V. Malankar death in 1956. Deputy Speaker M.A. Iyengar served as Speaker and was later elected Speaker to the second Lok Sabha. പിന്നെ 2002 ആഫ്റ്റർ സ്പീക്കർ GMC ബലയോഗി ഡെത്ത് ഡെപ്യൂട്ടി സ്പീക്കർ PM സയ്യിദ് സെർവ്ഡ് ആസ് ആക്ടിംഗ് സ്പീക്കർ അണ്ടിൽ മനോഹർ ജോഷിസ് എലക്ഷൻ. ഓക്കെ, നീഡ് ഫോർ റിഫോം ആൻഡ് ടൈംലി അപ്പോയിൻമെൻറ്റ് നോക്കുകയാണെങ്കിൽ ദ ഡിലേ ഇൻ അപ്പോയിൻമെൻറ്റ് ഓഫ് ഡെപ്യൂട്ടി സ്പീക്കർ ഈസ് നോട്ട് ജസ്റ്റ് പ്രൊസീജിയറൽ ബട്ട് റിഫ്ലെക്ട്സ് ഇൻസ്റ്റിറ്റ്യൂഷണൽ എപ്പത്തി. പിന്നെ പോസിബിൾ റിഫോംസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻട്രൊഡ്യൂസ് എ മാൻഡേറ്ററി ടൈം ലൈൻ വിത്തിൻ 60 days of the first Lok Sabha for electing the deputy speaker. Empower the president to initiate the process based on the advice of prime minister or speaker if the deadline lapses. Reinforce the conviction of appointing a deputy speaker from the opposition to uphold democratic balance. Usually എന്താണ് സ്പീക്കർ വരുന്ന റൂളിംഗ് പാർട്ടിയുടെ അവിടെ നിന്നാണ്. അപ്പം അങ്ങനെ വരുമ്പോഴേക്കും അത് ഒരു ബയസസ് വരാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഡെപ്യൂട്ടി സ്പീക്കർ ഓപ്പോസിഷൻ സൈഡിൽ നിന്ന് വരണമെന്ന് ഉള്ളൊരു പാർലമെൻ്ററി കൺവെൻഷൻ പോലെ വരുന്നത്. ഓക്കെ, കൺക്ലൂഷൻ, അതായത് ദ ഓഫീസ് ഓഫ് ദ ഡെപ്യൂട്ടി സ്പീക്കർ ഈസ് നോട്ട് മെയർലി സിംബോളിക്. ഇറ്റ് ഈസ് സെൻട്രൽ ടു ദ സ്റ്റെബിലിറ്റി, കണ്ടിന്യൂറ്റി ആൻഡ് ക്രെഡിബിലിറ്റി ഓഫ് ഇന്ത്യസ് ലെജിസ്ലേറ്റീവ് ഫംഗ്ഷനിങ്. Ignoring this role weakens democratic institutions and sets a dangerous precedent. Parliament must reaffirm its respect for constitutional duties by ensuring this post is filled promptly in the 18th Lok Sabha, ideally by an opposition member, by keeping its democratic traditions. ഓക്കെ, നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് നമ്മുടെ urbanization ബേസ് ചെയ്തിട്ടാണ്. ഇന്ത്യസ് urban future is at crossroads. ഇതിൻ്റെ കോൺടെക്സ്റ്റ് എന്ന് വെച്ചാൽ India is witnessing unprecedented urban growth with over 30% of the population living in urban areas. However, this rapid urbanization is coupled with challenges such as rising temperatures, water stress, power outages, and environmental degradation. Cities like Bangalore and Hyderabad are already facing the heat with increased demand for water tankers and air conditioning, rising concerns about the resilience and sustainability of our urban systems. In this backdrop, Sustainable Development Goal 11 SDG 11 എന്താണ്, അതായത് മേക്ക് സിറ്റീസ് ഇൻക്ലൂസീവ്, സേഫ്, റിസൈലൻറ്റ് ആൻഡ് സസ്റ്റൈനബിൾ ബിക്കംസ് എ വൈറ്റൽ പോളിസി ഗോൾ. ദ ക്വസ്റ്റ്യൻ റിമെയിൻസ്, ആർ ഇന്ത്യൻ സിറ്റീസ് ട്രൂലി പ്രിപ്പയർഡ് ഫോർ ദ ട്വിൻ ചാലഞ്ചസ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച് ആൻഡ് ആക്സലറേറ്റഡ് urbanization? അതാണ് നമ്മൾ ഈ ഒരു എഡിറ്റോറിയലിൽ നമ്മൾ നോക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഈസ് മേജർ ചാലഞ്ചസ് ഇൻ urbanization ഇൻ ഇന്ത്യ എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് ഈസ് എൻവയോൺമെൻറ്റൽ ആൻഡ് ക്ലൈമാറ്റിക് സ്ട്രെസ്സാണ്. ഹീറ്റ് വേവ്സ്, urban heat islands and erratic rainfall are becoming more frequent. High dependency on groundwater and increased use of air conditioners strain energy and water infrastructure. Pollution levels in cities exceed WHO recommended limits, affecting health and livability. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് സർവീസ് ഡെലിവറി ഡെഫിസിറ്റ്സ് ഉണ്ട്. അതായത് ഫ്രീക്വൻറ്റ് പവർ കട്ട്സ്, പുവർ സോളിഡ് വേസ്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് ലിമിറ്റഡ് പബ്ലിക് സപ്പോർട്ട് ട്രാൻസ്പോർട്ട് ഓപ്ഷൻസ്. Informal settlements lacking basic services, water, sanitation and housing continue to grow. പിന്നെ urban planning does not match the pace of urban growth, leading to unplanned expansions. പിന്നെ inequity and social exclusion ആണ്. അതായത് urban development often favors the affluent, sidelining some slum dwellers അല്ലെങ്കിൽ migrants and marginalized groupsനെ അത് എക്സ്ക്ലൂഡ് ചെയ്യും. Lack of participatory governance and inclusivity in city planning and service delivery.
പിന്നെ പോളിസി ഇംപ്ലിമെൻറ്റേഷൻ ഗ്യാപ്സ് ആണ്, അതായത് ഡിസ്കണക്ട് ബിറ്റ്വീൻ ഡേറ്റ അവൈലബിലിറ്റി ആൻഡ് പോളിസി ആക്ഷൻ, ലാക്ക് ഓഫ് സിറ്റി ലെവൽ പെർഫോമൻസ് ട്രാക്കിംഗ് സിസ്റ്റംസ് ആൻഡ് റിസൈലൻസ് അസസ്മെൻറ്റ്സ്. ഓക്കെ, അപ്പം ഡു സിറ്റി ഇൻഡിസസ് ക്യാച്ച് റിയാലിറ്റി, അതായത് വൈൽ ഗ്ലോബൽ SDG ഇൻഡിക്കേറ്റേഴ്സ് എക്സിസ്റ്റ്, ദെയർ ലോക്കലൈസേഷൻ ഈസ് ലിമിറ്റഡ് ഇൻ ഇന്ത്യ. നിതി ആയോഗിൻ്റെ കേസിലൊക്കെ ആണെങ്കിൽ ഇറ്റ് റാങ്ക്സ് 56 countries, cities across 77 indicators, but only 15 relate directly to SDG 11. ഫോക്കസ് ഏരിയാസ് എന്ന് പറയുമ്പോൾ ക്രൈം റേറ്റ്സ്, സേഫ്റ്റിയുടെ കേസിൽ ക്രൈം റേറ്റ്സ് ആൻഡ് റോഡ് ഡെത്ത്, PM പെർട്ടിക്കുലേറ്റ് മാറ്റർ 2.5 ലെവൽസ് ഒക്കെയാണ് വരുന്നത്. പിന്നെ ഹൗസിംഗ് ആൻഡ് ബേസിക് അമ്യൂണിറ്റീസിൻ്റെ കേസിൽ സാനിറ്റേഷൻ ആൻഡ് വാട്ടർ സപ്ലൈ. പിന്നെ വേസ്റ്റ് മാനേജ്മെൻ്റ് ആണ്, സസ്റ്റൈനബിലിറ്റി, എയർ പൊല്യൂഷൻ, അർബൻ ഗ്രീനറി. അപ്പോൾ ഫൈൻഡിങ്സിൽ ഹൈദരാബാദ് റാങ്ക്സ് ഹയസ്റ്റ് ഇൻ സേഫ്റ്റി, കൊൽക്കത്ത ടോപ്പ് സസ്റ്റൈനബിലിറ്റി, while Surat ranks high in resilience. Jaipur performs poorly in inclusivity. Disparities highlight the uneven pace of urban progress. Okay, way forward ആയിട്ട് പറയുകയാണെങ്കിൽ ഇത് സ്ട്രെങ്തൻ urban ലോക്കൽ ബോഡീസ് ആണ്, അതായത് മുനിസിപ്പാലിറ്റീസിനൊക്കെ പ്രോപ്പറായിട്ട് ഫൈനാൻസിങ് കൊടുക്കുക, മാൻ പവർ സ്കിൽഡ് ആയിരിക്കുക, ഓട്ടോണോമി അവിടെ കൊണ്ടുവരിക, യൂസ് ഓഫ് ഡിസ്ട്രിക്ട് ലെവൽ മോണിറ്ററിംഗ് ഫോർ റിയൽ ടൈം അസസ്മെൻറ്റ് ഓഫ് SDG ടാർഗറ്റ്സ്. പിന്നെ പ്രൊമോട്ട് ഇൻറ്റഗ്രേറ്റഡ് urban പ്ലാനിങ്, ഇൻറ്റഗ്രേറ്റ് എൻവയോൺമെൻറ്റൽ കൺസേൺസ് ഇൻ ടു മാസ്റ്റർ പ്ലാൻസ് ആൻഡ് സോണിംഗ് പോളിസീസ്. പിന്നെ ഫോക്കസ് ഓൺ ക്ലൈമറ്റ് റിസൈലൻസ്, ഡിസാസ്റ്റർ പ്രിപ്പയർഡ്നെസ് ആൻഡ് green infrastructure, leverage technology and smart cities mission, expand command and control centers for data driven governance. പിന്നെ use of GIS and AI to identify service delivery gaps and respond to emergencies. ഓക്കെ, പിന്നെ ഉള്ളത് ensure social inclusion ആണ്, അതായത് incorporate voices of slum dwellers, street vendors and migrant workers, design public spaces, housing and transport with inclusivity in mind. ഇപ്പോൾ നമുക്കറിയാം ചില സിറ്റീസിലൊക്കെ ഇപ്പം ബെഗേഴ്സൊക്കെ അവർക്ക് കിടന്നുറങ്ങാനായിട്ട്, അല്ലെങ്കിൽ ഹോംലെസ് ആയിട്ടുള്ളവർക്ക് കിടന്നുറങ്ങാൻ പറ്റാത്ത രീതിയിലുള്ള ഡിസൈനുള്ള ഏരിയാസ് ബസ് സ്റ്റാൻഡ്, ബസ് സ്റ്റോപ്പുകളിലൊക്കെ വെക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം മാറ്റിയിട്ട് ഇൻക്ലൂസിവിറ്റി കുറച്ചുകൂടെ കൊണ്ടുവരിക. പിന്നെ ഡെവലപ്പ് സിറ്റി സ്പെസിഫിക് സ്ട്രാറ്റജീസ്, അതായത് വൺ സൈസ് ഫിറ്റ്സ് ഓൾ അപ്രോച്ച് ഡോണ്ട് വർക്ക്, നീഡ് ഫോർ കോണ്ടെക്സ്റ്റ് സെൻസിറ്റീവ് പോളിസീസ് based on unique city profiles, enhance public participation, foster transparency and accountability through citizen engagement, encourage community participation in environmental and civic incentives. ഓക്കെ, അപ്പോൾ നമ്മൾ SDG ഗോൾസും കൂടി നമ്മൾ നോക്കിയിരിക്കാം. അതായത് ഈ ക്വസ്റ്റ് മാത്രമല്ല, ഇതുപോലുള്ള നമുക്ക് എന്ത് ടോപ്പിക്സ് വന്നാലും അതിൽ ഏതെങ്കിലുമൊക്കെ SDG ഗോൾസ് ആഡ് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ്. അപ്പം ഫസ്റ്റ് വൺ ഈസ് നോ പോവർട്ടി ആണ്, സെക്കൻഡ് ഈസ് സീറോ ഹങ്കർ, തേർഡ് ഈസ് ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്, ഫോർത്ത് ഈസ് ഗുഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ, ജെൻഡർ ഇക്വാളിറ്റി ആണ് ഫിഫ്ത്ത്, സിക്സ്ത് എന്ന് പറയുന്നത് ക്ലീൻ എയർ ആൻഡ് സാനിറ്റേഷൻ, സെവൻ ഈസ് അഫോർഡബിൾ ക്ലീൻ എനർജി, എയ്റ്റ് ഈസ് ഡീസൻറ്റ് വർക്ക് ആൻഡ് എക്കണോമിക് ഗ്രോത്ത്, നയൻ ഈസ് ഇൻഡസ്ട്രി ഇന്നോവേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ, പിന്നെ 10 ഈസ് റെഡ്യൂസ്ഡ് ഇൻഇക്വാളിറ്റീസ്, 11 ഈസ് സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്, അതാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. പിന്നെ 12 ഈസ് റെസ്പോൺസിബിൾ കൺസപ്ഷൻ ആൻഡ് പ്രൊഡക്ഷൻ, 13 ഈസ് ക്ലൈമറ്റ് ആക്ഷൻ, 14 ഈസ് ലൈഫ് ബിലോ വാട്ടർ, അതായത് അക്വാട്ടിക് ലൈഫിനെ ബാധിക്കുന്നത്, പിന്നെ 15 ഈസ് ലൈഫ് ഓൺ ലാൻഡ്, 16 ഈസ് പീസ്, ജസ്റ്റിസ് ആൻഡ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, 17 ഈസ് പാർട്ട്ണർഷിപ്സ് ഫോർ ഗോൾ. ഇത്രയും ഗോൾസാണ്, SDG ഗോൾസ് ആണ് നമുക്കുള്ളത്. ഇതൊക്കെയാണ് നമുക്ക് സോൾവ് ചെയ്യാനായിട്ടുള്ള പ്രോബ്ലംസ്. ഓക്കെ, അപ്പം ഇതിൻ്റെ കൺക്ലൂഷൻ നമ്മൾ കൊടുക്കുമ്പോഴേക്കും ഇന്ത്യസ് urban trajectory is at a decisive juncture. Without comprehensive, inclusive and data-driven planning, urban areas risk becoming centers of crisis rather than growth. SDG 11 is not just a goal, it is a necessity for ensuring India's sustainable development. Path forward must be localized, resilient, equitable and inclusive. Cities have the capability of providing something for everybody only because and only when they are created by everybody. അപ്പോൾ ഇത് ജെയിൻ ജേക്കബ്സിൻ്റെ ഒരു കോട്ടാണ്. യു ക്യാൻ കോട്ട് ദിസ് ഇൻ യുവർ മെയിൻസ് ആൻസർ. സിറ്റീസ് ഹാവ് ദ കേപ്പബിലിറ്റി ഫോർ പ്രൊവൈഡിങ് സംതിങ് ഫോർ എവറിബഡി only because and only when they are created by everybody. അപ്പോൾ ഇൻക്ലൂസിവിറ്റി ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു കോട്ടാണത്. അപ്പോൾ നമുക്കിനി പ്രിലിംസ് ക്വസ്റ്റ്യൻസ് കൂടി നോക്കാം. 2017 ക്വസ്റ്റ്യൻ ആണ്. ഫസ്റ്റ് ഇസ്
In the election for Lok Sabha and State Assembly, the winning candidate must get at least 50% of the votes polled to be declared elected. Second statement is, according to the provisions laid down in the Constitution of India in Lok Sabha, the Speaker's post goes for the majority party and the deputy speakers to the opposition. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ്ഡ് ആണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണോ കറക്റ്റ്, വിച്ച് സ്റ്റേറ്റ്മെൻറ്റ്സ് കറക്റ്റ് എന്നാണ് ചോദ്യം. 1 only, 2 only, both 1 and 2, neither 1 nor 2 എന്നാണ്. അപ്പോൾ ഇതിലേതാണ് കറക്റ്റ് ആൻസർ എന്ന് നമുക്ക് നോക്കാം. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, നെയ്തർ 1 nor 2 ആണ്. ഇന്ത്യ ഹാസ് ഫസ്റ്റ് പാസ് ദ പോസ്റ്റ് സിസ്റ്റം ഓഫ് ഇലക്ഷൻ wherein candidate who wins the election may not get majority votes. Also, the Constitution of India has adopted the system of territorial representation for the election of members to the Lok Sabha and State Assembly. Under this system, MP or MLA represents the geographical area known as constituency. For each constituency, only one representative is elected. Hence, such a constituency is known as single member constituency. In this system, a candidate who secures majority votes are declared elected. ഓക്കെ, 50% കവർ ചെയ്തിട്ട് വരുന്ന ആളല്ല, അതേസമയം മജോറിറ്റി വോട്ട് ആർക്കാണോ അവരാണ് ഇലക്ഷൻ ജയിക്കുന്നത്. ടിൽ 10th ലോക്സഭ ബോത്ത് ഡെപ്യൂട്ടി സ്പീക്കർ ആൻഡ് സ്പീക്കർ വെയർ യൂഷ്വലി ഫ്രം ദ റൂളിംഗ് പാർട്ടി. ഫ്രം ദ 11th ലോക്സഭ there has been a consensus that the post of deputy speaker goes to the main opposition party and the speaker comes from the ruling party. Okay, meaning it's informal consensus among political parties and it's a non-constitutional പറഞ്ഞിട്ടില്ല, ബട്ട് അതൊരു ഇൻഫോർമൽ കോൺസെൻസ് ആണ്. ഓക്കെ, ഹെൻസ് സ്റ്റേറ്റ്മെൻറ്റ് 2 ഈസ് നോട്ട് കറക്റ്റ്. അതും കൂടി ഓർത്തിരിക്കാം. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇസ് 2012 ചോദ്യമാണ്. റിഗാർഡിംഗ് ദ ഓഫീസ് ഓഫ് ലോക്സഭ സ്പീക്കർ, കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ഹി ഓർ ഷീ ഹോൾഡ്സ് ദ ഓഫീസ് ഡ്യൂറിംഗ് ദ പ്ലഷർ ഓഫ് ദ president. He or she need not be a member of the house at the time of his or her election, but as to become a member of the house within 6 months from the date of his or her election. If he or she intends to resign, letter of his or her resignation has to be addressed to the deputy speaker. അപ്പോൾ ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ് കറക്റ്റ് എന്നാണ് ചോദ്യം. എ ഈസ് 1 and 2 only, ബി ഈസ് 3 only, സി ഈസ് 1, 2 and 3, ഡി ഈസ് നൺ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഇസ് ബി. ദ സ്പീക്കർ ഈസ് എലക്റ്റഡ് ജനറലി ഇൻ ദ ഫസ്റ്റ് മീറ്റിംഗ് ഓഫ് ദ ലോക്സഭ ഫോളോയിങ് ജനറൽ ഇലക്ഷൻസ്. Serving for a term of 5 years, the speaker is chosen from sitting members of the Lok Sabha and is by the convention a member of the ruling party or alliance. At the time of the election of the speaker, he necessarily should be a member of the Lok Sabha. അപ്പം സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. If the Lok Sabha speaker wants to resign, the letter of a resignation should be addressed to the deputy speaker ആണ്. Third statement is correct. Both the Lok Sabha speaker and deputy speaker of Lok Sabha can send the resignation letter to each other while resigning from the post. Usually, the speaker remains in office during the life of the Lok Sabha. However, he has to vacate his office earlier in any of the following cases. അതെന്താണ്? ഒന്ന് 1, 2, 3 ആണ്. He ceases to be the member of the Lok Sabha if he resigns by writing to the deputy speaker, he is removed by a resolution passed by majority of all members of the Lok Sabha. Such a resolution can be moved only after 14 days of advance notice. The doctrine of pleasure of the president is not applicable to the speaker of Lok Sabha. Hence, statement 1 is not correct. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ DNA ഉണ്ടായിരുന്ന പ്രിലിംസ് ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ടോപ്പിക്കുകളും. ഈ പ്രാവശ്യത്തെ DNA അനാലിസിസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പ്രാവശ്യം കാണാം. നന്ദി, നമസ്കാരം.